ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു വചന വെളിച്ചത്തിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ആത്മാവ് മൂന്നും ചേരുന്നതാണ്. ഈ മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു വചനം നമുക്കെടുക്കാം. പ്രഭാഷകൻ 37:16 വചനം. പ്രഭാഷകൻ 37:16 നമ്മൾ വായിക്കുന്നത്, ചിന്തകളാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ചിന്തകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മനസ്സുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ചിന്ത, രണ്ടാമത്തേത് മനോഭാവം. നമുക്ക് വേണമെങ്കിൽ ഉയർന്ന ചിന്താഗതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. വേണമെങ്കിൽ ദുഷിച്ച മനസ്സോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് രണ്ട് ബൈബിൾ കഥാപാത്രങ്ങളെ എടുക്കാം. രണ്ട് പുത്രന്മാരുടെ ഉപമ മത്തായിയുടെ സുവിശേഷം 21:28 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ അടുത്ത് അപ്പൻ വന്നിട്ട് പറയാണ്, മകനെ, എൻ്റെ തോട്ടത്തിൽ നീ ജോലി ചെയ്യണം. അവൻ പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സില്ല. പക്ഷെ അവൻ പിന്നീട് അനുദപിച്ച് അവൻ പോയി ചെയ്തു. ഇവിടെ നമ്മൾ കാണുകയാണ്, ആദ്യം അവൻ പറഞ്ഞത് എനിക്ക് മനസ്സില്ല എന്നാണ്. നമ്മൾ കാണുന്നു യേശുവിൻ്റെ ആ ഒരു മനോഭാവം. മർക്കോസ് 1:41 വചനം എടുക്കുമ്പോൾ 40 മുതലാണ്. കുഷ്ഠരോഗി ഒരുപാട് റിസ്ക് എടുത്ത് യേശുവിൻ്റെ അടുത്തെത്തി. നിനക്ക് എന്ത് വേണം? അവൻ പറഞ്ഞൊരു കാര്യം, എന്നെ ശുദ്ധനാക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി വരും. ഉടനെ കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യം, എനിക്ക് മനസ്സുണ്ട്. രണ്ട് പുത്രന്മാരുടെ ഉപമയിൽ നമ്മൾ കണ്ടു എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കർത്താവ് പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എ ഹെൽതി മൈൻഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എ ഹെൽതി ബോഡി. പലരും ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മനസ്സിൻ്റെ ആരോഗ്യത്തിന് കൊടുക്കാറുണ്ടോ? ശരീരത്തിൽ ചെറിയൊരു വേദന, രോഗം വരുമ്പോഴേ സൗഖ്യത്തിനായിട്ട് നമ്മൾ ഓടാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അനാരോഗ്യം പരിഹരിക്കാൻ അത്രയും താല്പര്യവും പ്രയത്നവും നമ്മൾ കാണിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിത് ഒരു ഡസൻ 12 തരം ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇതിൽ 3 നല്ല ചിന്തകൾ, ബാക്കി 9 കാര്യങ്ങൾ നമുക്കധികം നന്മ വരുത്തുന്ന കാര്യങ്ങളല്ല എന്ന് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ചിന്തകളിൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തേതാണ് പ്രഭാഷകൻ 13:26 വായിക്കുമ്പോൾ നമ്മൾ കാണുക, ആഴമേറിയ ചിന്ത. വേണമെങ്കിൽ നമുക്ക് ആഴമേറിയ ചിന്തകളുള്ള വ്യക്തികളായിട്ട് മാറാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് വളരെ ലോലമായ മനസ്സും അതുപോലെ തന്നെ തരം താഴ്ന്ന കുറച്ച് മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ മുന്നേറാം. ആഴമായ ചിന്തകൾ അവർക്ക് ഉണ്ടാകണമെന്നില്ല. രണ്ടാമതൊന്ന് നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 41:20 വായിക്കുമ്പോൾ, സത്ചിന്ത. എന്താണ് സത്ചിന്ത? ദൈവിക ചിന്ത. ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് സത്ചിന്തയാണ്. അത് നമുക്ക് നന്മ വരുത്തുന്ന കാര്യമാണ്. മൂന്നാമത്തേതാണ് പാവങ്ങളെപ്പറ്റി ചിന്തയുള്ളത്. ലൂക്കാസ് സുവിശേഷകൻ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പാവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകണം. കാരണം ലൂക്കാസ് സുവിശേഷകൻ ഇത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു പദവി, അനാവിം, ഗോഡ് ഓഫ് ദ പൂർ. പാവങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായി മാറുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരായിട്ട് മാറുന്നു. അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും. ഗലാത്യർ 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് പറഞ്ഞൊരു കാര്യം, എന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചപ്പോൾ പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും എനിക്ക് തന്ന ഏക നിർദ്ദേശം പാവങ്ങളെ പരിഗണിക്കണം, പാവങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഈ 3 കാര്യങ്ങൾ നല്ല ചിന്തയിൽപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ബാക്കി 9 കാര്യങ്ങൾ അത്ര നല്ലതല്ല. അങ്ങനെയുള്ള ചിന്തകൾ നമ്മെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കണം. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 27:4 വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മാലിന്യം നിറഞ്ഞ
ചിന്ത. നമ്മുടെയൊക്കെ അസോസിയേഷൻ, നമ്മുടെ താല്പര്യങ്ങൾ അതെല്ലാം മാലിന്യം നിറഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ മനസ്സ് മാലിന്യം നിറഞ്ഞതായിട്ട് മാറും. അത് നമുക്ക് ഗുണപ്രദമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, തെറ്റായ ചിന്ത. നമ്മൾ ഈ ചിന്തിക്കുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ശരിയെന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല. ഒരിക്കലും ഒരു അമ്മച്ചി പറഞ്ഞാണ്, ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞാൻ ചിന്തിച്ചു ഞാനിപ്പം മരിക്കാൻ പോവാണ്. അപ്പോൾ അവരോട് ഞാൻ തിരിച്ചു ചോദിച്ചു, എന്നിട്ട് മരിച്ചോ? ഇല്ല. അപ്പോൾ ആ ചിന്ത ശരിയായിരുന്നോ? അല്ല. സുഭാഷിതങ്ങൾ 14:12 ശരിയെന്ന് നീ വിചാരിക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ അത് നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ പോരാ, മറ്റുള്ളവർ ശരിയെന്ന് പറഞ്ഞാൽ പോരാ, അതിനുപരിയായിട്ട് ദൈവം ശരിയെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശരി. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, അതാണ് അഹങ്കാര ചിന്ത. 2 മക്കബായർ 5:21 വായിച്ചാൽ ഈ ചിന്തയുണ്ടായിരുന്ന അന്ത്യോക്കസ് അവൻ എന്താ ചിന്തിച്ചേ? അവൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാം, കരയിലൂടെ നീന്താം. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ലേ, വിപരീതമായിട്ട് ചിന്തിച്ച ഒരു വ്യക്തി എന്ന് അന്ത്യോക്കസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നാണ് അപക്വ ചിന്ത, പക്വത പ്രാപിക്കാത്തവരുടെ ചിന്ത. അത് ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ, പെരുമാറ്റം കാണുമ്പോൾ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ മച്ചുറല്ല, പക്വത പ്രാപിച്ച വ്യക്തികളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 കൊറിന്തോസ് 13:11 വായിച്ചാൽ, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുക, കാരണം എനിക്ക് വളർച്ച വന്നു. അങ്ങനെ വളരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർ അപക്വ ചിന്തയിൽ ജീവിക്കത്തില്ല. മറ്റൊന്നാണ് സ്വാർത്ഥ ചിന്ത. നമ്മളെല്ലാവരിലും സ്വാർത്ഥതയുണ്ട്. ഇനി ദൈവത്തെ അറിയുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും അധ്വാനിക്കുന്നതിലൂടെയാണ് ഈ സ്വാർത്ഥതയെ മറികടക്കാൻ നമുക്ക് പറ്റുക. യാക്കോബ് 3:16 പറഞ്ഞിട്ടുണ്ട്, എവിടെ സ്വാർത്ഥതയും അസൂയയുമുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും ഉണ്ടാകും. വരാതിരിക്കാൻ നമ്മൾ ഈ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരണം. മറ്റൊന്നാണ് അസൂയാലുവിൻ്റെ ചിന്ത. അസൂയ നമ്മെ പിടികൂടിയാൽ നമ്മുടെ ചിന്തകൾ ആ വഴിക്കായിരിക്കും പോവുക. ഇത് 1 സാമുവേൽ 18:6 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദാവീദിനോട് സാവൂളിനുണ്ടായ ഒരു മനോഭാവം, അസൂയ തോന്നി. അതുകൊണ്ട് തന്നെ ആ അസൂയ മൂലം ദാവീദിനെ കൊല്ലാൻ പോലും ചിന്തിക്കുന്ന സാവൂളിനെ നമുക്ക് കാണാൻ പറ്റും. അസൂയ നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് നമ്മളെ എത്തിക്കും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നാണ് എസെക്കിയേൽ 38:10 നമ്മൾ കാണുന്നത് ദുഷ്ചിന്ത. ദുഷ്ചിന്ത, ആ സമയത്ത് ഒരു ദുഷിച്ച ചിന്ത നിന്റെ മനസ്സിലേക്ക് പൊന്തി വന്നേക്കാം എന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് ദുഷിച്ചാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ദുഷ്ചിന്തകളായിരിക്കും. വേർന്ന് കാണാൻ സാധിക്കും ജഡിക ചിന്ത. നമ്മൾ കാണുന്നുണ്ട് 2 പത്രോസ് 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ 12 മുതൽ മുമ്പോട്ട് വായിച്ചാൽ മതി. ജഡിക ചിന്തകളാൽ ഇങ്ങനെ വലിഞ്ഞു മുറുക്കപ്പെട്ട മനസ്സ്, ഹൃദയം, അങ്ങനെയുള്ളവരുടെ ചിന്ത ഏത് രീതിയിൽ പോകും, പ്രവൃത്തികൾ എങ്ങോട്ട് നീങ്ങും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തേതാണ് വ്യർത്ഥചിന്ത. എഫേസസ് 4-ാം അധ്യായം 17-ാമത്തെ വചനം ഇതേക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. വ്യർത്ഥചിന്തയിൽ മുഴുകുന്ന വിജാതീയര്. നമ്മൾ വിജാതീയരല്ല, ദൈവമക്കളാണ്. അതുകൊണ്ട് വ്യർത്ഥചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്, സത്ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയം നിറച്ച നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെയും ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അങ്ങിപ്പോൾ നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.